ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം വരികയാണ്. ഫെബ്രുവരി 28-നാണ് ഉത്സവം. അതായത് കുംഭമാസത്തിൽ പൂയ നക്ഷത്രം രാത്രി വരുന്ന ആ സമയത്താണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് 8 ദിവസം മുൻപ് സഹസ്രകലശം എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങുണ്ട്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിന് ആദ്യത്തെ ദിവസം ആചാര്യവരണാണ്. അത് ക്ഷേത്രം ഊരാളൻ, അതായത് മല്ലിശ്ശേരി നമ്പൂതിരിയാണ്. തന്ത്രി നമ്പൂതിരിക്ക് കൂറയും പവിത്രമൊക്കെ നൽകിയിട്ടാണ് ആ ഒരു ചടങ്ങ് നടക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്ത്രി നമ്പൂതിരി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കും. അങ്ങനെയാണ് ആ ചടങ്ങിൻ്റെ ഒരു ആദ്യത്തെ ദിവസം വരുന്നത്. അതിനുശേഷം ഭഗവാന്റെ നാലമ്പലത്തിലുള്ള ഒരു മുള അറയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കിണറിനൊക്കെ അടുത്തുള്ള നൃത്താറയ്ക്ക് അടുത്തുള്ള ആ ഒരു അറയിലാണ്. അതിൽ നവധാന്യങ്ങൾ വിതയ്ക്കും. അത് നവധാന്യങ്ങൾ വിതച്ച് പൂജയൊക്കെ നടത്തി വീണ്ടും ഭഗവാന്റെ ശ്രീലകത്ത് പോയിട്ട് ഭഗവാനോട് പറയുകയാണ് ഈ ഉത്സവമൊക്കെ ഗംഭീരാക്കി തരാൻ വേണ്ടി സഹായിക്കണം എന്നൊക്കെ തന്ത്രിവര്യം അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് പിന്നീടാണ് അത്താഴ പൂജ ഉണ്ടാവുക. പിന്നീട് 2 മുതലുള്ള 8 വരെയുള്ള ദിവസങ്ങളിൽ അതായത് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് സഹസ്രകലശത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അന്നൊക്കെ ഭക്തർക്ക് ചെറിയ തോതിലുള്ള ദർശന ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതേപോലെ ചെറിയ കുട്ടികളെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ 1 മുതൽ വീണ്ടും ആവർത്തിക്കേണ്ടത് കൊണ്ടാണ് അത് നിർബന്ധമായിട്ടും തടഞ്ഞിരിക്കുന്നത്. ചെറിയ കുട്ടികളെ ചോറുണ്ടിയൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അന്നത്തെ ഈ ഉത്സവത്തിൻ്റെ മുൻപ്, അതായത് ഇപ്പോൾ 8 ദിവസം മുൻപ് സഹസ്രകലശം തുടങ്ങുന്ന അതിൻ്റെ ആ 2-ാം ദിവസം മുതൽ ചെറിയ കുട്ടികൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതും പിന്നെ നിയന്ത്രണം ഉണ്ടാവും എന്നുള്ളതും. അതുപോലെ 8-ാമത്തെ ദിവസമാണ് സഹസ്രകലശ ചടങ്ങ് നടക്കുക. സഹസ്രകലശ ചടങ്ങ് എന്ന് പറഞ്ഞാൽ 1008 കുടമാണ്. അതിൽ 25 കുടം സ്വർണ്ണമാണ്, ബാക്കിയുള്ളതൊക്കെ വെള്ളി കുടങ്ങളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കൂത്തമ്പലത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുക. സഹസ്രകലശത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അത് കീഴ്ശാന്തിമാർ നിന്ന് ഓരോരുത്തരായിട്ട് അങ്ങനെ നിന്ന് ഓരോ കുടങ്ങളായിട്ട് അകത്തേക്ക് തന്ത്രിവര്യൻ്റെ അടുത്തേക്ക് അയക്കും. അങ്ങനെ അവിടെ നിന്നാണ് ആ സഹസ്രകലശ ചടങ്ങുകൾ. അന്നേ ദിവസം ശരിക്കും പറഞ്ഞാൽ നാലമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ മുന്നിൽ, അതായത് നമ്മളെ വലിയ ബലിക്കല്ലിൻ്റെ അവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അവിടേക്കേ ഉണ്ടാവുള്ളൂ, നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അത് രാവിലെ ഏകദേശം 5 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 11 മണി വരെയൊക്കെ അതിൻ്റെ ആ ഒരു സമയം ഉണ്ടായിരിക്കും. പിന്നീട് ബ്രഹ്മകലശത്തോടെ സമാപനമായി. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിൻ്റെ ആദ്യം, അത് ആനയില്ലാത്ത ശീവേലിയാണ്. ആനയില്ലാത്ത ശീവേലി എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആന ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന്, അതായത് തൃക്കണാമതിലകം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആനകളെ കൊണ്ടുവന്ന് ഉത്സവം നടത്തിയിരുന്നത്. ഒരു ദിവസം ഉത്സവത്തിൻ്റെ സമയത്ത് ആ മതിലകത്തുനിന്ന് ആനകൾ എത്തിയില്ല. അപ്പോൾ ഇവിടെ ആനയില്ല, ശീവേലി ഉണ്ടായി. പക്ഷേ ആ ശീവേലി ഉണ്ടായ സമയത്തേക്ക് തൃക്കണാമതിലകത്ത് ഉണ്ടായിരുന്ന ആനകളൊക്കെ ഓടി ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ് ഐതിഹ്യമുള്ളത്. അതിൻ്റെ ആ ഒരു സ്മരണയാണ് ഇന്നും ആനയോട്ടം ആയിട്ട് നടത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 മണിക്കാണ് ആനയോട്ടം വരിക. അത് മഞ്ജുളാലിൻ്റെ അവിടെ നിന്നാണ് ആനയോട്ടം തുടങ്ങുക. അപ്പോൾ അതിന് മുൻപ് ക്ഷേത്രത്തിന് കുടമണികൾ പൂജിച്ചു കൊടുക്കും. ആ പൂജിച്ചു കൊടുക്കുന്ന കുടമണികൾ ഈ ആനകൾക്ക് കെട്ടിക്കൊടുക്കും. അങ്ങനെ മാരാര് ശംഖ് വിളിക്കുന്നതോടുകൂടി 3 മണിക്ക് ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ടാണ് ആനയോട്ടം തുടങ്ങുക. അങ്ങനെ ആനയോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ആനകളെ ഓടിയിട്ട് ആദ്യം എത്തുന്ന കൊടിമരം തൊടുന്ന കൊമ്പൻ
അല്ലെങ്കിൽ ആരാണോ ആദ്യം എത്തുന്നത് അവരാണ് ആ ഉത്സവത്തിൻ്റെ 10 ദിവസവും ഗജരാജനായിട്ട് വിലസുന്ന ആൾ. അദ്ദേഹത്തിന് ആ ആനയ്ക്ക് പിന്നെ ക്ഷേത്രത്തിലാണ് 10 ദിവസവും കിടക്കലും ഉറങ്ങലും എല്ലാം. മറ്റുള്ള ആനകളാണ് ഈ ആനയ്ക്ക് വേണ്ടിയിട്ട് തീറ്റയും ഒക്കെ കൊടുന്ന് വെള്ളമൊക്കെ കൊടുന്ന് എത്തിച്ചു കൊടുക്കേണ്ട ചുമതല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗജരാജൻ തന്നെ ആയിട്ടാണ് ഈ 10 ദിവസവും ആന ജയിച്ചു വരുന്ന ആന അവിടെ ചുറ്റമ്പലത്തിനകത്ത് ആണ് ആന നിർത്തുക. അങ്ങനെ കൊടിമരം തൊട്ട ആന 7 പ്രദക്ഷിണം ചെയ്യും. ആ 7 പ്രദക്ഷിണം ചെയ്യുന്ന ആന ആണ് പിന്നെ ഭഗവാന്റെ തങ്കത്തിടമ്പ് 10 ദിവസവും ശിരസിലേറ്റുക. അതാണ് ഏറ്റവും പ്രാധാന്യം. ബാക്കിയുള്ള ആനകളൊക്കെ ഗോപുരത്തിൻ്റെ അവിടെ വന്നിട്ട് തിരിച്ചു പോവും. പിന്നെ അന്നേ ദിവസം രാത്രിയാണ്, അതായത് ആചാര്യവരണവും ഒക്കെ ആയിട്ടാണ് നമ്മളെ കൊടിയേറുക. കൊടിയേറുമ്പോൾ കൊടിപൂജ നടത്തും ഭഗവാന്റെ. അതേപോലെ മുളയറയിൽ വീണ്ടും മുള പുഷ്പിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കൊടിപൂജ നടത്തി ഗരുഡനെ പ്രീതിപ്പെടുത്തി ഗരുഡനെ ആവാഹിച്ചിട്ടാണ് ആദ്യത്തെ ഉത്സവ ചടങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങുക. ഏകദേശം 9-9:30 ഒക്കെ ആവും സമയം. പിന്നെ അന്ന് കൊടിയേറിയതിന് ശേഷം അന്നത്തെ ആ വിളക്കിന് കൊടിപ്പുറത്ത് വിളക്ക് എന്നാണ് പറയുക. അങ്ങനെ അത്താഴപൂജ കഴിഞ്ഞിട്ടുള്ള ആ കൊടിപ്പുറത്ത് വിളക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ദിവസം രാവിലെ പിന്നീട് 8 ദിക്കിലും കൊടികൾ സ്ഥാപിക്കും. അതിനുശേഷം ഗംഭീര മേളമാണ്. അതുപോലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങ് അന്നേ ദിവസം, അതായത് 2 ദിവസം രാവിലെ ഈ ശ്രീഭൂതബലി ചടങ്ങുകളുടെ സമയത്ത് സപ്തമാതാക്കളുടെ അവിടെ തൂവുന്ന സമയത്ത് നമ്മുടെ പഴുക്കാമണ്ഡപം പോലെ ഉള്ള ആ വലിയ, അതായത് സ്വർണത്തിൻ്റെ ഇതിൽ ഭഗവാനെ ഇരുത്തും. അങ്ങനെ ഭഗവാനെ ഇരുത്തിയാൽ നമുക്ക് ദർശനം കിട്ടും. ആ ദർശനം കിട്ടുന്ന സമയത്ത് നമുക്ക് വഴിപാടുകൾ അവിടെ സമർപ്പിക്കാം. ഭണ്ഡാരത്തിൽ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാം. അതിന് ഏറ്റവും പ്രാധാന്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഉച്ചപൂജയും അലങ്കാരങ്ങളും ഒക്കെ ഉള്ള ദിവസങ്ങളായിരിക്കും. അതുപോലെ മേളം രാവിലെയും രാത്രി ഉച്ചയ്ക്കും ഒക്കെ മേളത്തോടു കൂടിയ ഗംഭീര ഉത്സവ കാഴ്ച തന്നെ ആയിരിക്കും. അത് ഏകദേശം 10:30 വരെയൊക്കെ ഉണ്ടാവും. ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ആ തോന്നുന്ന സമയം മാത്രമേ ഉണ്ടാവുള്ളൂ, 20-25 മിനിറ്റ്. ആ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ്. പിന്നെ അങ്ങനെ ഉച്ചശീവേലിയും അതേപോലെ ദീപാരാധനയും അത്താഴപൂജയൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ശ്രീഭൂതബലിയാണ്. അത് ഏകദേശം 4-ാം റൗണ്ടോട് കൂടിയിട്ട് വടക്കേ നടയിലാണ് പഴുക്കാമണ്ഡപം വരിക. അവിടെ വെച്ചിട്ടാണ് വിളക്കാചാരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഗംഭീര വാദ്യഘോഷങ്ങളായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഉത്സവ സമയത്ത് 10 ദിവസത്തിൽ ഭഗവാന് ചുറ്റുവിളക്ക് കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാവാറുള്ള ആ തൃപ്പുക അതുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കാണ് 10 ദിവസമുള്ളത്, ഭഗവാൻ ഒരു ദിവസമേ ഉള്ളൂ ആ ഉത്സവം വരുന്നത്. പക്ഷെ നമുക്ക് 10 ദിവസമാണെന്ന് മാത്രം. അതേപോലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ധാരാളം കലാപരിപാടികളുണ്ടാവും. അതുപോലെ ആ സമയത്ത് വരുന്ന ആരും പഷ്ണി കിടക്കരുത് എന്നുള്ളത് ആ ഒരു ഉത്സവമല്ലേ, ഭഗവാന്റെ ഉത്സവമല്ലേ. അപ്പോൾ ആർക്കും പഷ്ണി കിടക്കണ്ട. അതുകൊണ്ടാണ് നമ്മളെ അന്നലക്ഷ്മി ഹാളിലും ഗുരുവായൂരപ്പൻ ഹാളിലൊക്കെ കഞ്ഞിയും പുഴുക്കൊക്കെ ഇട്ട് എത്ര ആൾ വന്നാലും അവർക്കൊക്കെ കിട്ടും എന്നുള്ള തരത്തിലാണ് അത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ദിക്കുകൊടി സ്ഥാപിക്കലൊഴികെ ബാക്കി എല്ലാതും 7 ദിവസവും ഉണ്ടാവും. 8-ാം ദിവസമാണ് പ്രത്യേകത വേറെ ഉള്ളത്. അന്ന് ഉത്സവ ബലിയാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ ഏകദേശമായി പന്തീരടി കഴിഞ്ഞതിന് ശേഷം 9 മണിയോട് കൂടിയാണ് ഉത്സവ ബലി ചടങ്ങുകൾ ആരംഭിക്കുക. ഉപദേവതകൾക്കൊക്കെ ഉള്ള ആ ബലിതർപ്പണങ്ങൾ. അപ്പോൾ അത് ഏറ്റവും പ്രാധാന്യം തന്നെയാണ്. ഏകദേശം 9 മണിയോടെ തുടങ്ങുന്ന ഉത്സവ ബലി വൈകുന്നേരം, അതായത് 3-3:30 വരെ 4 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കീഴ്ശാന്തിമാരും തന്ത്രി നമ്പൂതിരിയൊക്കെ ഇതിൽ പങ്കെടുത്ത് ക്ഷീണം അവർക്ക് ഉണ്ടാവില്ല എന്ന്. കാരണം ഇത്രയും സമയം ജലപാനം പോലും
ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അത്രത്തോളം ആ സമയത്ത് അവർക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞു പോന്നാൽ ചിലപ്പോൾ ക്ഷീണമൊക്കെ സംഭവിക്കാം എന്നും പറയുന്നു. അതുപോലെ ഈ 8-ാം ദിവസം ഉത്സവബലി കഴിഞ്ഞതിന് ശേഷം ദീപാരാധനയും കാര്യങ്ങളൊക്കെ, അതായത് സ്വർണ്ണ പഴുക്കാ മണ്ഡപം ഉണ്ടാവും വടക്കേ നടയിൽ. ഈ 8-ാം ദിവസത്തോട് കൂടിയിട്ട് സ്വർണ്ണ പഴുക്കാ മണ്ഡപം എഴുന്നള്ളിച്ചു വെക്കൽ അവിടുത്തെ, അതായത് വടക്കേ നടയിലെ കഴിഞ്ഞു. പിന്നെ 9-ാം ദിവസമാണ് പള്ളിവേട്ട. അത് രാവിലെ പൂജകളൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞാൽ നട അടയ്ക്കും. നട അടച്ചു കഴിഞ്ഞാൽ നാലമ്പലത്തിലേക്ക് പിന്നെ ഭക്തർക്ക് പ്രവേശനമില്ല. ആ പള്ളിവേട്ട ദിവസം ഭഗവാനെ തങ്കത്തിൻ്റെ, അതായത് പഴുക്കാമണ്ഡപത്തിൽ നമ്മുടെ കൊടിമരത്തിൻ്റെ അവിടെയാണ് എഴുന്നള്ളിച്ച് വെക്കുക. വീരാളിപ്പട്ടൊക്കെ ചാർത്തിയിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ. ദീപാരാധന സാധാരണ ദിവസങ്ങളിലൊക്കെ മേൽശാന്തിയാണ് ശ്രീലകത്ത് ദീപാരാധന നടത്തുക എങ്കിൽ ഈ ദിവസം കീഴ്ശാന്തിയാണ് ദീപാരാധന, അതായത് കൊടിമരച്ചോട്ടിൽ നടത്തുക. അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഉള്ളത്. പിന്നീട് ദീപാരാധന കഴിഞ്ഞാൽ ഭഗവാൻ എഴുന്നള്ളിച്ച് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ നിറപറയൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ എല്ലാവരും നിറപറയൊക്കെ ഉണ്ടാവും. അങ്ങനെ വന്ന് കിഴക്കേ നടയിലൂടെ വന്ന് കുളപ്രദക്ഷിണം നടത്തും. കുളപ്രദക്ഷിണം വരെ എത്തും. അങ്ങനെ ആ കുളപ്രദക്ഷിണം കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് വരുന്നു. എന്നിട്ടാണ് പള്ളിവേട്ട, ഭഗവാന്റെ പള്ളിവേട്ട. അങ്ങനെ ആ ആന 9 പ്രദക്ഷിണം വയ്ക്കും ആ ചുറ്റമ്പലത്തെ. അങ്ങനെ 9 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഭക്തജനങ്ങളൊപ്പം ഓടും. അതുപോലെ തന്നെ ധാരാളം ആളുകൾ, ഭക്തജനങ്ങൾ വേഷം കെട്ടിയിട്ട് പന്നിയുടെ, അതേപോലെ മറ്റു മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ, അത് നമുക്കൊക്കെയും കെട്ടാൻ പറ്റുന്ന അർത്ഥം ആ വേഷങ്ങൾ. എന്നിട്ട് ഭഗവാൻ അങ്ങനെ ഈ 9 പ്രദക്ഷിണത്തിൽ പന്നിയെ അങ്ങനെ വേട്ടയാടുകയാണ്. വേട്ടയാടി കഴിഞ്ഞാലാണ് പള്ളിവേട്ട കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് നല്ല കാഴ്ചയ്ക്ക് വളരെ ഇമ്പമുള്ള ആ കാഴ്ചയാണ് ഈ പള്ളിവേട്ട എന്നുള്ളത്. അങ്ങനെ ഭഗവാന്റെ പള്ളിവേട്ട കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി ഭഗവാനെ. അങ്ങനെ ക്ഷീണിച്ച് മുഖമണ്ഡപത്തിലാണ് ഉറക്കം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ സ്വർണ്ണ കട്ടിലുണ്ട്. അപ്പോൾ ആ സ്വർണ്ണ കട്ടിൽ ശയ്യ അങ്ങനെ കിടത്തും. നല്ല മെത്തയൊക്കെ ആയിട്ട് അതിൽ ഭഗവാനെ കിടത്തി. അതുപോലെ ഉത്സവത്തിന് അന്ന് മുളപ്പിച്ചിരുന്നു. അപ്പോൾ ആ മുളപ്പിച്ച നവധാന്യങ്ങളൊക്കെ മുളപ്പിച്ച അത് കാട് പോലെ വളർന്നിട്ടുണ്ടാവും. അതിനെ കൊടുന്ന് അതിൻ്റെ ഉള്ളിലായിട്ടായി ഭഗവാനെ നിർത്തും. അതായത് കിടത്തിയുറക്കുന്നത് കാടിനുള്ളിലാണ് ഭഗവാൻ കിടക്കുന്നത് എന്നുള്ള ആ ഒരു പ്രതീതിയാണ്. അപ്പോൾ നല്ല വലിപ്പമായിട്ടുണ്ടാവും. അങ്ങനെ അവിടെ വന്ന് ഭഗവാനെ കിടത്തി ഉറക്കി പിന്നെ പരിചാരകർ കാവൽ നിൽക്കും ഭഗവാന്. അങ്ങനെ ഭഗവാന്റെ ആ നിദ്രയ്ക്ക് ഭംഗമാവാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം മണിയടിക്കില്ല, നാഴിക മണി അടിക്കില്ല. അതുപോലെ നിർമ്മാല്യ ദർശനമില്ല. മറ്റ് ഭക്തരൊന്നും വന്നിട്ട് ഭഗവാനെ ശല്യപ്പെടുത്തരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അന്നത്തെ ദിവസം പശുക്കിടാവാണ്, അതായത് പിറ്റേ ദിവസം പുലർച്ചെ പശുക്കിടാവാണ് വന്നിട്ട് ഭഗവാനെ പള്ളി ഉണർത്തുക. ആ പശുക്കിടാവിൻ്റെ ഒച്ച കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ആറാട്ട് ദിവസം, അതായത് രാവിലെ ഇപ്പോൾ പശുക്കിടാവ് വിളിച്ചുണർത്തി അതിനുശേഷം നിത്യകർമ്മങ്ങളൊക്കെ അവിടെ പഞ്ചലോഹത്തടമ്പിലാണ്, അതായത് എണ്ണാഭിഷേകവും തൈലാഭിഷേകമൊക്കെ നടത്തുന്നതും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ അന്നേ ദിവസം പാരായണം നടത്തി കൊടുക്കും. അത് കരുവാട്ട് പട്ടേരി എന്ന് പറയുന്ന പ്രമുഖനാണ്. അങ്ങനത്തെ ആ ഒരു അത് ഇന്നും തുടർന്നു വരുന്നു എന്നുള്ളതാണ്. അതേ ചടങ്ങുകൾ ഭഗവാന്റെ ശ്രീലകത്തും നടക്കും, മൂലവിഗ്രഹത്തിലും ചെയ്യും. അങ്ങനെ 2 സ്ഥലത്തും ഭഗവാന്റെ ചടങ്ങുകൾ നടക്കും. ഏകദേശം 5:30 ഒക്കെ ആകുമ്പോഴേക്കും ഇത് തീരും രാവിലെ. പിന്നെ 6 മണിക്ക് ശേഷമാണ് ഭക്തർക്ക് ദർശനം ഉണ്ടാവുള്ളൂ. അതാണ് അന്നത്തെ ഒരു കാര്യം. പിന്നെ രാവിലെ ശീവേലി ഉണ്ടാവില്ല. പന്തീരടി കഴിഞ്ഞാൽ നട അടയ്ക്കും. പിന്നീട് 4:30 കൂടിയിട്ടാണ് ഗ്രാമബലിക്കായിട്ട് നടക്കുക ഭഗവാൻ.
അന്നത്തെ ബലിതർപ്പണങ്ങളും അതേപോലെ കൊടിക്കൂറയൊക്കെ അതിലുള്ള ചൈതന്യത്തെയൊക്കെ ഈ പഞ്ചലോഹത്തടമ്പിലേക്ക് ആവാഹിക്കും. അതിനുശേഷം അവിടെ വലിയ ബലിക്കല്ലിൻ്റെ അവിടെ ആയിരിക്കും പഴുക്കാമണ്ഡപം. അപ്പോൾ അവിടുത്തെ അന്നത്തെ ദീപാരാധനയും ഈ പറഞ്ഞ പോലെ കീഴ്ശാന്തിയാണ്. അപ്പോൾ ഈ 2 ദിവസമാണ് കീഴ്ശാന്തിമാർക്കുള്ള ദീപാരാധന കിട്ടുന്നത്. അത് ഏറ്റവും പ്രാധാന്യം തന്നെ, കാരണം എല്ലാ ചൈതന്യം കൂടിയിട്ടുള്ള ആ പഞ്ചലോഹ വിഗ്രഹമാണ് ഈ വിരാളിപ്പട്ടൊക്കെ വെച്ച് സ്വർണത്തിൻ്റെ പഴുക്കാമണ്ഡപത്തിൽ എത്തിയിട്ടുള്ള ദീപാരാധന. അങ്ങനെ ആ ദീപാരാധന കഴിഞ്ഞ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ 3 ആനകളുണ്ടാവും. ഗംഭീര മേളത്തോട് കൂടിയിട്ടാണ് പുറത്തേക്ക് എഴുന്നള്ളുക. ഭക്തരെ അപ്പോൾ അതേപോലെ പറയും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനെ കണ്ട് കുളപ്രദക്ഷിണം വരെ എത്തും. കുളത്തിൻ്റെ വടക്ക് വശത്ത് എത്തുമ്പോൾ കുറച്ച് സമയം നിൽക്കും. കാരണം അത് പണ്ടത്തെ ഒരു പരിശുദ്ധനായ ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കഥയുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും തുടർന്നും മേളത്തോടു കൂടി വന്ന് പറയെടുപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് ഭഗവതി നടയിലെത്തി. പിന്നീട് അങ്ങനെ ഭഗവതി കെട്ടിലൂടെ ഭഗവാന്റെ ആറാട്ട് കടവിലേക്ക് എത്തുകയാണ് ഭഗവാൻ. അങ്ങനെ ആറാട്ടിനുള്ള ശരിക്കും പറഞ്ഞാൽ ആറാട്ടിൻ്റെ അന്ന് മാത്രമാണ് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ഭഗവതി കെട്ടിൽ വെച്ച് നടക്കുക. അത് ഏറ്റവും ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാഴ്ചയാണ്. ആറാട്ട് കഴിഞ്ഞ് വന്നാൽ ഉടനെ ഇളനീരഭിഷേകമാണ്. ഏകദേശം 1000-2000 ഇളനീരുകൾ കൊണ്ടുവരും. അതും നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. കിട്ട എന്ന് പറയുന്ന അവരുടെ ആ ഒരു അന്ന് ഇന്നും അവരുടെ ആളുകളാണ്, പ്രതിനിധികളാണ് ആദ്യത്തെ കൊണ്ടുവരുന്നതും അഭിഷേകത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ ഉച്ചപൂജ. അങ്ങനെ ഉത്സവത്തിൻ്റെ ആ ഒരു പരിസമാപ്തിയിലേക്ക് എത്താറായി തുടങ്ങി. അതുപോലെ ഏറ്റവും ഭക്തർക്ക് പ്രാധാന്യം വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ആറാട്ട് സമയത്ത് ഭഗവാൻ മഞ്ഞപ്പൊടിയും അഭിഷേകമൊക്കെ കഴിഞ്ഞ് കുളിക്കുന്ന ആറാട്ടിനിറങ്ങുന്ന സമയത്ത് ഭക്തർക്കും ആ രുദ്രതീർത്ഥ കുളത്തിൽ ഇറങ്ങാമെന്നുള്ളത്, എന്നിട്ട് കുളിക്കാമെന്നുള്ളതാണ്. അതിന് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ഇതെന്താ വെച്ചാൽ, അതേപോലെ ചുവന്ന ലൈറ്റാവും കത്തുക. ഭഗവാൻ ഇറങ്ങുന്ന സമയത്ത് പച്ച ലൈറ്റ് കത്തും. ആ സമയത്താണ് നമുക്കും കൂടെ ഇറങ്ങി ഭഗവാന്റെ ഒപ്പം കൂടെ ഇറങ്ങി കുളിക്കാമെന്നുള്ളത്. പിന്നീട് അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞ് ആ ഭഗവതി കെട്ടിലൂടെ തന്നെ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വന്ന് പിന്നെ 11 പ്രദക്ഷിണം ഈ ആന ഓടും. ആനപ്പുറത്ത് ഭഗവാനും അങ്ങനെ വന്ന് പിന്നെ കൊടി ഒക്കെ തന്ത്രി നമ്പൂതിരിയൊക്കെ പാടായിട്ട് കൊടിയൊക്കെ ഇറക്കി ആവാഹിച്ച പഞ്ചലോഹത്തടമ്പിലേക്ക് ആവാഹിച്ച് അങ്ങനെ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. അങ്ങനെ കൊടി ഇറങ്ങിയിട്ട് ഭഗവാനെ ശ്രീലകത്തേക്ക് കൊണ്ടുപോയി പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭക്തർക്കൊക്കെ പുറത്തേക്ക് പോവാം. പിന്നെ അകത്ത് നടക്കുന്നത് ബാക്കി ചടങ്ങുകളും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ തൃപ്പുകയും ഒക്കെ ഉണ്ടാവും. 25 കലശമൊക്കെ ഉണ്ടാവും. ആ സമയത്തൊന്നും നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഭക്തന്മാർക്ക് വേറെ അവിടെ പ്രവേശനമില്ല. പിന്നീട് 2 മണിയോടുകൂടി ഏകദേശം 2 മണിയോട് കൂടിയിട്ട് നട അടയ്ക്കും. നട അടച്ച പിന്നെ സാധാരണ ഗതിയിലായി. അപ്പോൾ ഉത്സവത്തിൻ്റെ ഏകദേശ ചടങ്ങുകളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. എല്ലാവർക്കും അതിനനുസരിച്ചൊക്കെയുള്ള ദർശനവും ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടട്ടെ. എല്ലാവർക്കും പറ്റാവുന്നവരൊക്കെ വന്ന് ആ ഭഗവാന്റെ അന്നപ്രസാദവും അതേപോലെ ഉത്സവവും ഒക്കെ ആസ്വദിക്കാൻ കഴിയട്ടെ. ഗുരുവായൂരപ്പൻ നിങ്ങളെ എല്ലാവരെയും തുണയ്ക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.